എത്ര ഷീറ്റ് ചോദിച്ചു? ഒരു 5-10 ഉണ്ട്. പാലെടുത്തറന്നാ? ഇല്ല, പാലെടുത്തില്ല. എടുക്കാൻ പോണേ ഉള്ളൂ. പാലെടുത്ത് അടിച്ച് ഇതാക്കി എപ്പോഴാ വില പറയാന്ന് പറയാൻ പറ്റുന്നില്ല. ശരി ശരി ശരി. അങ്ങനെ എപ്പോഴാ പോണ? ആ കമ്മാവനുണ്ടല്ലോ, എന്താണ് അഴകേഷനാ? എന്തിനാ പതുക്കെ പറഞ്ഞ? എടി എന്റെ വീട്ടിൽ എനിക്ക് ഉറക്കെ സംസാരിക്കാൻ പാടില്ലേ? അതിനും പറ്റില്ലേ? അപ്പൊ അത് എന്ത് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞില്ലാറോ? ആര് പറഞ്ഞു? ഇന്നലെ നമ്മളെല്ലാം കൂടി തീരുമാനിച്ചല്ലേ മോഹൻലാലിന്റെ പുതിയ പടം കാണാൻ പോണെന്ന്. നമ്മളെല്ലാരും കൂടി തങ്കത്തിനെ കൂടി വിളിച്ചാലേ? ആ വിളിക്ക്. അതിലെത്തുന്ന ഒരു 10-15 വീട്ടുകാരെയും വിളിക്ക്. എടി ഇതിന്റെ കാശ് ആരാണ് കൊടുക്കുന്നത്? എന്തിനാ ചായ എന്നോട് ഒച്ചെടുക്കണേ? നിങ്ങൾ മക്കളല്ലേ പറഞ്ഞ സിനിമയ്ക്ക് പോവാന്ന്? എടി നീക്ക് ആദ്യം ചെയ്യേണ്ടത് നിർമ്മോ, കണ്ടോടത്തൊക്കെ വലിഞ്ഞു കയറി കൊറോണ ഇവിടെ താമസിക്കണ്ടല്ലോ, അവരെയൊക്കെ അടിച്ച് എങ്ങനെ പുറത്താക്കാൻ നോക്ക്. അവരേതായാലും ഇന്ന് പോയേല. ഇന്ന് സിനിമയ്ക്ക് പോണം, ഞങ്ങൾക്ക് പോണം, പോയാൽ പറ്റൂ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കും, വേറെ എന്ത് വേണമെങ്കിൽ ഞാൻ സഹിക്കാം. പക്ഷെ ഈ കുട്ടികളുള്ള വീട്ടിൽ നിന്ന് വെള്ളോടിയുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, സത്യം. അയ്യോ, കുപ്പി പൊട്ടിക്കുമ്പോഴാ പോയി അവരുടെ കൂടെ കമ്പനി കൊണ്ട ആരാ? ഞങ്ങൾ സ്ഥിരം കാണണം. കുടിച്ചു കുടിച്ച് ബോധം തെളിയട്ടെ. തെളിയും തെളി പല്ല് വേപ്പ് ഇത്രയും മതി. ശരിക്ക് പറഞ്ഞ പല്ല് വേക്കാൻ പോലും ഒരു സ്വസ്ഥത കിട്ടാത്തൊരു വീടായി മാറിയിരിക്കുന്നുണ്ട്. മമ്മിയുടെ വീട്ടുകാർ കാരണം ഞാൻ സിനിമാ പോക്ക് മുടങ്ങിയ. അമ്മേനെ പറഞ്ഞു കുറ്റാ. ചായ ഉച്ചക്ക് ഉണ്ടാൻ വരുമോ? എന്തിനാ ഇവിടെ വന്നിട്ട് അവന്റെയൊക്കെ മോന്താണെന്നല്ലേ ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം അഴുക്കാന്ന്, എല്ലാം ഉണങ്ങിയിരിക്കാ. കൊത്തി കളിക്കുമ്പോ അങ്ങോട്ട് പൊക്കോളും. എന്നാലും എടുത്ത് കളയാമോ മോനെ? ഇവിടുന്ന് വേണ്ടടാ, നമുക്ക് ആ തലക്കിന്ന് ഇങ്ങോട്ട് തുടങ്ങാം. ഹലോ ഹലോ ഹലോ, എന്തുവാ കാണിക്കുന്നേ? എന്ത് കൃഷി? കൃഷി അത് ചെയ്യുന്നുണ്ടല്ലോ, പോരെ? അതല്ല, ഞങ്ങൾ ഈ തൊടി മുഴുവനെ മുല്ലപ്പൂ കൃഷി നടത്താൻ പോവാ. ഇവിടെ നട്ടിരുന്ന കപ്പയോ? അത് ഞങ്ങളെല്ലാം ഇളക്കി കളയാൻ പോവാ. ഇളക്കി കളയാനാ? ഓ എന്തോ എവിടെ പൊട്ടാ തോന്നുന്നുണ്ട്. അല്ലളിയാ കിഴങ്ങ. കിഴങ്ങിനോ? അല്ല. എന്താ വിളിച്ചേ? എന്താണ് വിളിച്ചേ? അല്ല, നമ്മൾ നിർത്തോ, അങ്ങോട്ട് മാറിക്കണോ? ഇവിടെ നട്ടിരിക്കുന്നത് കിഴങ്ങാണല്ലോ. അത് ഈ കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഒട്ടും വിലയില്ല, കിലോയ്ക്ക് 15 രൂപയെ വിലയുള്ളൂ. പക്ഷെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ അത് വളർന്നു കഴിഞ്ഞാൽ കിലോയ്ക്ക് 3500 രൂപ വിലയുണ്ട്. താൻ എന്നെ കണക്ക് പിടിപ്പിക്കണ്ട. ഇവിടെ കിഴങ്ങ് കഷ്ടപ്പെട്ട് നട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഞാനാ. അവിടെ കയറി വേറെ വല്ല വിളച്ചിൽ നടത്തിയല്ലോ. വിവരം അറിയേ? ജലോട് ഇപ്പൊ ഇവിടെ കിഴങ്ങ് നടാൻ ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ വഴി പോണോടൊന്നും കയറി പറയേണ്ട കാര്യം എനിക്കില്ല. ഞാനാരാ? അതന്നെ എനിക്കും പറയുള്ളൂ. വലിഞ്ഞു കയറി വന്നവരോടൊന്നും പറയേണ്ട ആവശ്യം. ഞാൻ വലിഞ്ഞു കയറി വന്നവനൊന്നും അല്ല. ഇതാരെന്നറിയോ? അത് എന്റെ പെങ്ങള്. അതായത് എന്റെ ഭാര്യ. ഇയാളാരാ? ഇതാരാ? അത് ഇവളുടെ ആങ്ങളാ. അപ്പൊ ഇതോ? അവന്റെ ഭാര്യ. അപ്പൊ ഞാൻ അവളുടെ അമ്മാവൻ. അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും മോളെ, ഇവിടെ കൊണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൃഷി നശിപ്പിച്ച വിവരം അറിയും. എന്ത് വിവരം അറിയും? എന്ത് വിവരം അറിയും? ചേട്ടൻ കുറെ നേരം അല്ലേ പറയണേ ഞങ്ങൾ ഇവിടെ മുല്ലപ്പൂ കൃഷി ചെയ്യും. ചേട്ടൻ ചെയ്യാൻ പറ്റുന്ന? ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. എന്താ നടക്കില്ലാത്ത? നല്ല അന്തസ്സായിട്ട് നടക്കും. പോലീസാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ പട്ടാളാ. ആ പട്ടാളം അങ്ങ് അതിർത്തിയില്, മനസ്സിലായില്ലേ? ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോവാൻ നോക്ക്. ചേട്ടൻ മാറാനൊന്നും ഉദ്ദേശിക്കില്ല. എന്റെ ക്ലീറ്റോനെ അവകാശപ്പെട്ട ഭൂമിയാണ്. എന്ത് ക്ലീറ്റോക്ക് എവിടെ അവകാശപ്പെട്ടത്? ഇത്ര നാളും നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ വന്ന് 2 കപ്പ് നട കണ്ടപ്പോൾ നിങ്ങളൊക്കെ പറമ്പ് മുഴുവൻ നടും. അതും ഇടക്ക് കയറ്റാം വയലോട്ട്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മുല്ലപ്പൂ മതി. ഒരു കാര്യം ചേട്ടൻ മനസ്സിലാക്കിക്കോ, ഇവിടെ എന്താണെങ്കിലും ഞങ്ങൾ മുല്ലപ്പൂ കൃഷി ചെയ്യും. ചേട്ടൻ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യും. വൈകിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കപ്പക്കൊള്ളിയിൽ ഒരെണ്ണോങ്ങാനം നശിപ്പിച്ച പൗലോസ് ആരാണെന്നറിയും. മനസ്സിലായിക്കോട്ടാ? എന്തൊരു ധൈര്യടി. പിന്നല്ലാണ്ട് എന്ത് കാര്യത്തിനാ മേടിക്കണത്? സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നീ ഒരു സംഭവം തന്നെ. ഇയാളെന്താ വായും പിടിച്ചു നോക്കിക്കണേ? അല്ലേ, പോലീസുകാരൊക്കെ എത്ര ഉള്ളൂ അല്ലേ? എനിക്ക് സാറിനെ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ അല്ല അവിടെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. വെച്ചാൽ ഭയങ്കര എവിടെ നിന്നെങ്ങാണ്ടൊക്കെ കഷ്ടപ്പെട്ട് കുടുന്ന് നട്ടു വെച്ചതാ. അതങ്ങനെ പെട്ടെന്ന് അത് കണ്ടപ്പോ അങ്ങനെ ദേഷ്യം വന്നു പോയത്. പിന്നെ ഇങ്ങനെയല്ല ഒരു മനുഷ്യനോട് പെരുമാറുന്നത്. പറമ്പ് മുഴുവൻ കപ്പ നട്ടു വെച്ചിരുന്നു, അത് വല്ല പ്രയോജനം ഉണ്ടോ? ഭയങ്കര ഇഷ്ടാന്ന്. അത് ഇഷ്ടമുണ്ടെന്നിട്ട്
അത് ഗുണമുള്ള കാര്യം ചെയ്തിട്ട് എല്ലാം ഉണങ്ങി ദ്രവിച്ച് നിൽക്കണു. അവിടെ അത് മാറ്റിയിട്ട് മുല്ലകൃഷി തുടങ്ങാന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണോ? അത് ചൈന അങ്ങനെ അറിയില്ല. കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ എന്തോ സംഭവം. വലിയ സംഭവം. അതിന് എന്തൊക്കെയാ കിടന്ന് പ്രസംഗിച്ചത്? ഇത് വേറെ ഒന്നല്ല. ഒന്ന് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയല്ല, എപ്പോഴും പറയും. ഇപ്പൊ അവര് വന്നേ പിന്നെയാണ്. എന്തിനാ ഇങ്ങനെ നുണ പറയണത്? ഞാൻ നുണയല്ല പറയണേ. ചായന്റെ വീട്ടിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പഴാ പറയണേ എല്ലാരും വന്നപ്പോഴാ നമ്മുടെ വീടായെന്നാ പറയണേ. പറയും. അതുകൊണ്ടല്ല, വീട് നിറച്ച ആൾക്കാരുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പനും അമ്മേനെയും അടിച്ചിറക്കിയത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നാത്തൂനെ. അത് പിന്നെ വയസ്സായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ പറഞ്ഞ് അതങ്ങനെ ആയിപ്പോയി. ഇത് നല്ല പുന്നാര വന്നത് അന്നേരം. ഇത് ക്ലീറ്റോ പെങ്ങളെ കാണുമെന്ന് പറഞ്ഞ് കൊതിച്ചു വന്നതാ. ആ മനുഷ്യനോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ട്. എന്നാലും ഈ ചൈന അങ്ങോട്ട് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോ അങ്ങോട്ട് അംഗീകരിക്കാൻ. ഞാൻ അവിടെയൊക്കെ നോക്കുക. നാത്തൂനും കൂടി ആരോഗ്യമായി പറയണേ. ഒന്നുമില്ല അമ്മാവനൊരു പെണ്ണാലോചിക്കായിരുന്നു ഞങ്ങള്. കേരളത്തിൽ ഇനി നീ ഒരാളും കൂടി ഉള്ളായിരുന്നു അമ്മാവന് പെണ്ണാലോചിക്കാൻ. അതെന്താ മോശം കാര്യമാണത്? ഓടി അവിടുന്ന് ഇവര് ആരും വിചാരിച്ചേർന്നിട്ടില്ല. ഇപ്പൊ നീ വയസ്സെത്ര? ഈ വയസ്സാക്കാലത്ത് പെണ്ണ് കെട്ടിയിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞ ഇപ്പൊ കെട്ടണം. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കഴിഞ്ഞു പോവും. സമയം കഴിഞ്ഞു പോയെന്നല്ല, എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞു. നീ പെണ്ണുമില്ല, ഇവിടെ കോഴിയില്ല. അത് കൊള്ളാം. ഇപ്പൊ അങ്ങനെയൊക്കെ വലിയ ഇതില് പറയും. കുറച്ച് എല്ലായിടത്തും ഉരുണ്ട് വീഴ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം വെച്ച് കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് വായിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആരുണ്ട്? ആരെങ്കിലും മനസ്സിലായില്ല? എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഭാര്യ നോക്കാണ്ടത്. എനിക്ക് ഭാര്യയാണ് ആദ്യം കുഴഞ്ഞു വീണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ എന്താ നിങ്ങൾ നോക്കിണ്ട? അവളെ നോക്കണ്ടേ? ഭർത്താവ് പറഞ്ഞോട്ടെ ഇല്ലേ? അമ്മാവനിങ്ങനെ എന്ത് പറഞ്ഞാലും ന്യായം പറഞ്ഞാലും എങ്ങനെ ശരിയാവണേ? നീ നിർത്ത്. നിന്നോട് ഞാൻ ചോദിക്കാം, നിന്റെ കെട്ടിയത് എന്താണ് ഇവിടെ ഒന്ന് കാണിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ അതാ നിന്റെ വായിൽ നാക്കില്ലായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ കേട്ടോണ്ടെന്ന് വേണം. അതെങ്ങനെ ചായനോട് ഞാൻ എങ്ങനെ പറയണേ? എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ. കെട്ടിയന്മാരെ വരച്ച വരല് നിർത്താൻ പഠിക്കണം. അതാണ് ഭാര്യമാരുടെ കഴിവ്. എന്റെ ഈ ആങ്ങളെ ക്ലീറ്റസ് ഇവിടെ എങ്ങനെയായിരുന്നു? പുലിയായിരുന്നില്ലേ? തങ്കത്തിനാണ് കെട്ടിയതിന്റെ ശേഷം ഇപ്പൊ ഇല്ല. തങ്കം ഇങ്ങോട്ട് നിക്ക് പറഞ്ഞ ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിക്ക് പറഞ്ഞ ഇങ്ങോട്ട് നിൽക്കും. അങ്ങനെ അനുസരിപ്പിക്കാൻ പഠിക്കണം. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ക്ലീറ്റോനോട് കാര്യപ്പെട്ട കാര്യം പറയുള്ളൂ. അത് പറഞ്ഞ ക്ലീറ്റോന് മനസ്സിലാവുകയും ചെയ്യും. ഇത് അങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. എന്ത് ജീവിതം അത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒത്തൊരുമ വേണം ആദ്യം.